ഹലോ മൈ ഡിയർ KSFE സ്റ്റാഫ്സ്. നമ്മൾ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് അവസാനിപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കൺക്ലൂഡിങ് ക്ലാസ് ആയിട്ടാണ്. അക്കൗണ്ടിങ്ങിന് നിങ്ങൾക്ക് സാധാരണ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരിക്കൽ കൂടി മൊത്തത്തിലൊന്ന് പറയുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ്ങിന് ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICP ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് റിക്കാർഡിംഗ് ഡൺ ഇൻ ദ ബുക്ക് കാൾഡ് ജേണൽ. പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. റിക്കാർഡിംഗ് ഡൺ ഇൻ ദ ബുക്ക് ജേണൽ. അടുത്ത ക്ലാസിഫിക്കേഷൻ ഡൺ ഇൻ ദ ബുക്ക് ലെഡ്ജർ. റിക്കാർഡിംഗ് ഡൺ ഇൻ ദ ബുക്ക് കാൾഡ് ജേണൽ. അടുത്ത സമ്മറൈസിംഗ്, that is the income statement and the position statement. Income statement is known as trading and profit and loss accounts. Position statement is known as the balance sheet. And communication means analysis data communicated to the interested parties. That may be the government, that may be the shareholders, that may be the creditors. All of these communicate the information. അടുത്ത അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനമായ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുക, ഫിനാൻഷ്യൽ പൊസിഷൻ ഷോ ചെയ്യുക, വിവിധ ഉപഭോക്താക്കൾക്ക്, ദാറ്റ് മീൻസ് ദ ഉപഭോക്താക്കൾ, വേരിയസ് യൂസേഴ്സ്, ദാറ്റ് മീൻസ് ദ ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, ഗവൺമെൻറ്, എംപ്ലോയീസ്, that are the various uses of accounting information. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടി ചോദിക്കാം. What are the qualitative characteristics of accounting information? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഗുണഗണങ്ങൾ എന്തെല്ലാം? റിലയബിലിറ്റി, ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. റിലയബിലിറ്റി മീൻസ് വിശ്വസനീയമായിരിക്കണം. എപ്പോഴാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിശ്വസനീയമായി മാറുന്നത്? ഫ്രീ ഫ്രം എറർ ആൻഡ് ബയാസ്. എപ്പോഴാണോ എററിൽ നിന്നും അല്ലെങ്കിൽ പക്ഷം പിടിക്കുന്നതിൽ നിന്നും എപ്പോഴാണോ ഫ്രീ ആകുന്നത്, അപ്പോഴാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലയബിളായി മാറുന്നത്. അടുത്ത റിലവൻസ് ദാറ്റ് മീൻസ് ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ ടൈം. പ്രസക്തമായിരിക്കണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിശ്വസനീയമായിരിക്കണം, റിലയബിൾ ആയിരിക്കണം. റിലവൻസ് വിശ്വസ്തമായിരിക്കണം. അണ്ടർസ്റ്റാൻഡബിലിറ്റി, സാധാരണക്കാർക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കണം. ആൻഡ് ദ കമ്പയറബിലിറ്റി, കമ്പയർ ചെയ്യുവാനായിട്ട് സാധിക്കണം. ആൻഡ് ദ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലറിക്കൽ വർക്കാണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്? ഓൺലി ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ്. ചിലപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ക്വാളിറ്റി ഓഫ് മാനേജർ ഈസ് നോട്ട് റെക്കോർഡഡ്. എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണത്. അക്കൗണ്ടിങ് ഈസ് എ പോസ്റ്റ്മോർട്ടം സർവേ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം സർവേ ആണ്. ദാറ്റ് മീൻസ് ഇവൻറ്റ്സ് ആർ ടേക്കൺ ആഫ്റ്റർ ഹാപ്പനിങ്. സംഭവിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം സർവേ. ദാറ്റ് ദ ഇഫക്റ്റ് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ നോട്ട് കൺസിഡേർഡ്. പ്രൈസിനുണ്ടാകുന്ന ചേഞ്ചസ് എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ടീമുകളൊക്കെ ബിസിനസ് ട്രാൻസാക്ഷനെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം: ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ മീൻസ് ദ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്, immediate payment or receipt of cash, that is known as the cash transaction. The payment of cash postponed to a later date, that is known as the credit transaction. The amount invested by the owner, that is the capital. The amount withdrawn by the owner, that is the drawings. And the liabilities are the obligations or debts payable by the enterprise in future. Liability, short-term liability and long-term liability. And the assets two types: cash or any valuable owned by the business, that is known as the assets. Fixed assets and current assets. Current assets that can be converted into cash very easily within a short period, that is known as the current assets. And the another classification of assets: tangible assets and intangible assets.
ഇതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ടാഞ്ചിബിൾ അസറ്റ്സ് which can be touched, seen and felt. Intangible assets which cannot be touched and seen. That means the എന്താണ് ഗുഡ് ട്രേഡ് മാർക്ക്, ഇതൊക്കെ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ the amount of resources consumed for the acquisition of assets. അസറ്റ് വാങ്ങുന്നതിന് ചിലവഴിക്കുന്ന തുകയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഇതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അല്ലാതെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചിലവിനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അടുത്ത പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബിസിനസ്സിന് ആവശ്യമായ സാധനം വാങ്ങുന്നതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. സെയിൽ എന്ന് പറയുന്നത് സാധനം വിൽക്കുന്നതിനെയാണ്, ഗുഡ്സ് വിൽക്കുന്നതിനെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ എന്ന് പറയുന്നത് സെയിൽസാണ്. സ്റ്റോക്ക് ഈസ് ആൾസോ കാൾഡ് ഇൻവെൻട്രി. സ്റ്റോക്കിൻ്റെ മറ്റൊരു പേര് ഇൻവെൻട്രി എന്നാണ്. സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇയർ ഓപ്പണിംഗ് സ്റ്റോക്ക്. സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ക്ലോസിംഗ് സ്റ്റോക്ക്. അടുത്ത എന്താണ് ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ഹൂ ഓ മണി ടു ദ ബിസിനസ്. ആരാണോ ബിസിനസ്സിന് പണം കൊടുക്കാനായിട്ടുള്ളവർ അവരെ ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കാം. അടുത്ത ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നോട്ട് തന്നിട്ടുള്ളതാണ്. ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ഓർ എൻറ്റിറ്റി ഹൂ ഹാവ് ക്ലെയിം ഫോർ മണി എഗൻസ്റ്റ് ദ ബിസിനസ്. ആരാണോ ബിസിനസ്സിനെതിരെ ക്ലെയിം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളത്, അവരെയാണ് എന്തെന്ന് വിളിക്കുന്നത് ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത എന്താണ് കോൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. പൊതുവായ റൂളിനെ നമ്മൾ എന്തോ വിളിക്കാം, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കാം. ഗ്യാപ്പ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റിൻ്റെ മറ്റൊരു പേരാണ് എന്താണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സും ബിസിനസ്മാനും എന്താണ്, ഡിഫറൻ്റ് ആണ്. ദ പ്രൊപ്രൈറ്റർ ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പ്രൊപ്രൈറ്റർ ഈസ് എ ലയബിലിറ്റി. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അടുത്ത മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. This is known as the monetary expression. As per these concepts, transactions can be measured in terms of money only. That means the quality of manager is not considered. That is the money measurement concept. The going concern concept, business continue for a long period of time or indefinite life. That is known as the going concern concepts. നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പീരീഡിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്സ്. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ് ഓർ ടു എലമെൻറ്റ്സ്. അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ആൾസോ നോൺ ആസ് ദ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. ഫോർ എവറി ഡെബിറ്റ് ദർ ഈസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾസ്. Verifiability and objectivity principles. These principles state that the accounting data provided in the books of accounts verifiable and dependable. Verifiable, പരിശോധിക്കാൻ പറ്റുന്നതായിരിക്കണം, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതായിരിക്കണം. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾസ്? The assets are recorded at their acquisition costs. അസറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് ഏത് കോസ്റ്റാണ്? അക്വിസിഷൻ കോസ്റ്റാണ്, വാങ്ങിയ വിലയ്ക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിനെ എന്തെന്ന് വിളിക്കാം? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വിളിക്കാം. അടുത്ത റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾസ് ഇതിനെ എന്തെന്ന് വിളിക്കാം? ടൈറ്റിൽ ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം സെലർ ടു ബയർ. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. എപ്പോഴാണ് നമ്മൾ റവന്യൂ ആയിട്ട് അംഗീകരിക്കുന്നത്? അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു പേരാണ് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. ദ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം സെലർ ടു ബയർ. അതായത് ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം സെലറിൽ നിന്നും ബയറിലേക്ക് പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തൊരു കോൺസെപ്റ്റ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ എന്നായിട്ട് പറയുന്നത്. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത പീരീഡിൽ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത പീരീഡിൽ നമുക്കുണ്ടാകുന്ന ചിലവും വരവും തമ്മിൽ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഇതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അടുത്ത എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾസ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ആൻഡ് റൂൾസ് ഫോളോവ്ഡ് ബൈ ദ ബിസിനസ് കൺസേൺ മസ്റ്റ് ബി സിമിലർ ആയിരിക്കണം. ദാറ്റ് മീൻസ് ദ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് adversely affect the accounting system. ഇടയ്ക്കിടയ്ക്ക് അക്കൗണ്ടിങ് പോളിസീസ് പ്രൊസീജിയർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് അക്കൗണ്ടിങ് സിസ്റ്റത്തെ എന്ത് ചെയ്യും? സ്വാധീനിക്കും. പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി.
അടുത്ത പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ കണ്ടു. പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ, അഭിമാനകരമായ പ്രിൻസിപ്പിൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സാധ്യമായ എല്ലാ നഷ്ടങ്ങളും റെക്കോർഡ് ചെയ്യും, എന്നാൽ ഇൻകംസ് സർട്ടനിറ്റി, ഉറപ്പുള്ള ഇൻകംസ് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഇതിൻ്റെ എല്ലാം ഏത് കോൺസെപ്റ്റാണ്? പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം കോൺസെപ്റ്റ്സ് ആണ്. ടൈം ലൈനസ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഇൻ ടൈം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ASB ആണ്. Accounting equation is based on duality principle. Source document, that means the invoice, voucher, receipt, bill, counterfoil, ഇതൊക്കെയാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. സോഴ്സ് ഡോക്യുമെൻറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് സച്ച് ആസ് ബില്ല്, വൗച്ചർ, റെസിപ്റ്റ്, കൗണ്ടർഫോയിൽ, ഇവരെയൊക്കെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സോഴ്സ് ഡോക്യുമെൻറ്റ് ഈസ് ദ എവിഡൻസ് ഓഫ് ട്രാൻസാക്ഷൻസ്. സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ എന്താണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ എവിഡൻസ് ആണ്, തെളിവാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസിക്കൽ ടു എ ഈസിക്കൽ ടു ഇക്വിറ്റി, അസറ്റ് ഈസിക്കൽ ടു ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പം എ ഈസിക്കൽ ടു സി പ്ലസ് എൽ അല്ലെങ്കിൽ എൽ പ്ലസ് സി ആണ്. അടുത്ത റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അതൊക്കെ ജേണൽ എൻട്രിയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. എന്താണ്? അക്കൗണ്ടിനെ 3 തരംതിരിക്കാം. ഏതൊക്കെയാണ്? 2 തരംതിരിക്കാം: പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് ഇംപേഴ്സണൽ അക്കൗണ്ട്. ഇംപേഴ്സണൽ അക്കൗണ്ട് അഗൈൻ ഡിവൈഡഡ് അണ്ടർ 2 heads, the real accounts and the nominal accounts. Then we can conclude that the accounts is 3 types: the personal accounts, real accounts and the nominal accounts. Personal account rule, debit the receiver, credit the giver. Real account rule, debit what comes in, credit what goes out. Nominal account rule, debit all expenses and losses, credit all incomes and gains. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. പേഴ്സണൽ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചിലപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ്. പേഴ്സൺസ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ്, ഇതെല്ലാമാണ് പേഴ്സണൽ അക്കൗണ്ട് വരുന്നത്. ശ്രദ്ധിക്കണേ, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പേഴ്സണൽ അക്കൗണ്ടിലാണ് വരുന്നത്. പിന്നെ അനിലെ, സുനിലെ, ഇതെല്ലാം ഏത് അക്കൗണ്ടിലാണ് വരുന്നത്? പേഴ്സണൽ അക്കൗണ്ടിലാണ്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സാലറി അതിങ്ങനെ പഠിച്ചാൽ മതി. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും പിന്നെന്താണ് അക്രൂഡ് ഇൻകവും, ഇതെല്ലാം എവിടെയാണ് വരുന്നത്? ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡും, ഇതെല്ലാം ഏത് അക്കൗണ്ടിലാണ് വരുന്നത്? പേഴ്സണൽ അക്കൗണ്ടിലാണ്. റിയൽ അക്കൗണ്ടിൽ അസറ്റ്സ് എല്ലാം ഏത് അക്കൗണ്ടിലാണ് വരുന്നത്? റിയൽ അക്കൗണ്ടിലാണ് വരുന്നത്. ചിലവേ നഷ്ടം, വരവേ നേട്ടം, ഇതെല്ലാം ഏത് അക്കൗണ്ടിലാണ് വരുന്നത്? നോമിനൽ അക്കൗണ്ടിലാണ് വരുന്നത്. ജേണലിൻ്റെ ഫോർമാറ്റ് അറിയാം. LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ ആണ്. ഡെബിറ്റിന് നമ്മൾ മറ്റൊരു ചോദ്യം, ജേണൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ക്രോണോളജിക്കൽ ഓർഡറാണ്. ഇടയ്ക്ക് എന്തോ ഒരു ചോദ്യം ഞാൻ കണ്ടായിരുന്നു. ജേണൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഏത് ഓർഡറിലാണ്? ക്രോണോളജിക്കൽ ഓർഡറാണ്. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ക്രോണോളജിക്കൽ ഓർഡറാണ്. ജേണൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനെ ജേണലൈസിംഗ് എന്ന് പറയും. ജേണൽ എൻട്രി എഴുതുന്ന ബുക്കിനെ ജേണൽ എന്ന് വിളിക്കും. ഒരു ബ്രീഫ് ഹിസ്റ്ററി കൊടുക്കുന്നതിനെ നറേഷൻ എന്ന് വിളിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കുന്ന ചില ഇത് പറയുന്നു. എന്താണ്? ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. എന്താണ്? വിഡ്രൂ ക്യാഷ് ഫ്രം ദ ബിസിനസ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. അതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ടഡ് ടു ക്യാഷ്. എന്തിനാ ഡെബിറ്റ് ചെയ്യും? ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. അടുത്ത വിഡ്രൂ ഫ്രം ദ ബാങ്ക് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ്? ഡ്രോയിങ്സ് അക്കൗണ്ടഡ് ടു ബാങ്ക്. അടുത്ത എന്താണ്? ഗുഡ്സ് വിഡ്രാൻ ബൈ ദ പ്രൊപ്രൈറ്റർ ഓർ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. അതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ടഡ് ടു പർച്ചേസ്. ഇനി ഫ്രീ സാമ്പിളായിട്ട് ചില ചോദ്യങ്ങളൊക്കെ എങ്ങനെ കണ്ടു? ഫ്രീ സാമ്പിളായിട്ട് ഗുഡ്സ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്
ഫ്രീ സാമ്പിളായിട്ട് ഗുഡ്സ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി? സാമ്പിൾ എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് ഭാഗമാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു പർച്ചേസ്, അതായത് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കണം, അത് കുറേ കട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾ അക്കൗണ്ട് അറ്റർ ടു പർച്ചേസ്. പിന്നെന്താണ്? ഗുഡ്സ് യൂസ്ഡ് ബൈ ദ പ്രൊപ്രൈറ്റർ, അതിൻ്റെ ജേണൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു പർച്ചേസ്. പിന്നെന്താണ്? ബാങ്കിൽ പണം നിക്ഷേപിക്കും എങ്ങനെയാണ് ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. ബാങ്കിൽ നിന്ന് പണം എടുക്കുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക്. ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് ഇലമെൻറ്റുകളോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് ഇലമെൻറ്റുകളോ വരികയാണെങ്കിൽ അതിനെ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് വിളിക്കും. ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് ഇലമെൻറ്റുകളോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് ഇലമെൻറ്റുകളോ വരികയാണെങ്കിൽ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് വിളിക്കും. അടുത്ത ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് ആൾ ദ അക്കൗണ്ട്സ്. ലെഡ്ജർ ഈസ് ദ കളക്ഷൻ ഓഫ് ആൾ ദ അക്കൗണ്ട്സ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ആൾ ദ അക്കൗണ്ട്സ് ആണ്. അടുത്ത എന്താണ്? ലെഡ്ജർ ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓർ മെയിൻ ബുക്ക്. മറ്റേതെന്ത് വരുന്നത്? ഒറിജിനൽ ബുക്കായിരുന്നു. ഇത് പ്രിൻസിപ്പിൾ ബുക്ക് ഓർ മെയിൻ ബുക്ക് എന്ന് പറയുന്നതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജർ പ്രിപ്പയർഡ് ഇൻ ടി ഫോം, റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡിനെ ക്രെഡിറ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഡെബിറ്റ് സൈഡ്. പിന്നെന്താണ്? പോസ്റ്റിംഗ്, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ടു ദ ലെഡ്ജർ. അതായത് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അടുത്ത ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് ഇൻക്ലൂഡ് all the accounts, balances of all the accounts. If trial balance do not agree, there is an account open that is known as the സസ്പെൻസ് അക്കൗണ്ട്. അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടത് സസ്പെൻസ് അക്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഹോൾസെയിലർ റീറ്റെയിലർക്ക് അനുവദിക്കുന്ന ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ റീറ്റെയിലർക്ക് അനുവദിക്കുന്ന ഡിസ്കൗണ്ടിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യത്തില്ല. കാറ്റലോഗ് പ്രൈസിൽ അല്ലെങ്കിൽ ലിസ്റ്റ് പ്രൈസിൽ എന്നാ ചെയ്യും? കാറ്റലോഗ് പ്രൈസിൽ അല്ലെങ്കിൽ ലിസ്റ്റ് പ്രൈസിൽ ഡിഡക്റ്റ് ചെയ്യും. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ റിഡക്ഷൻ അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെപ്റ്റർ. അതും എക്സാമിന് ചോദിക്കുന്നതാണ്. പൈസ കിട്ടാനുള്ള ആളാണ് ക്രെഡിറ്റർ. കിട്ടാനുള്ള ആൾ ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് അനുവദിക്കുന്ന റിഡക്ഷനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓൺ മേക്കിംഗ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, അതായത് കറക്റ്റ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് കൊടുക്കുമ്പം ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് അനുവദിക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. എന്നാൽ ട്രേഡ് ഡിസ്കൗണ്ട് ഹോൾസെയിലർ റീറ്റെയിലർക്ക് അനുവദിക്കുന്നതാണ്. അത് കാറ്റലോഗ് പ്രൈസ് അല്ലെങ്കിൽ ലിസ്റ്റ് പ്രൈസിൽ നിന്നും എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അടുത്ത ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ക്യാഷ് ബുക്കാണ്. ഇനി ക്യാഷ് ബുക്കിലോ ഡേ ബുക്കിലോ ഒന്നും വരാത്ത, സബ്സിഡിയറി ബുക്കിലൊന്നും വരാത്ത കാര്യങ്ങൾ ഒരു സെപ്പറേറ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ഇതിനെ ജേണൽ പ്രോപ്പർ എന്ന് വിളിക്കും. അതായത് സ്പെഷ്യൽ ജേണൽ ഓർ സബ്സിഡിയറി ബുക്കിലൊന്നും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്ത സംഗതികൾ ഒരു സെപ്പറേറ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. എന്താണ് അതിനെന്തെന്ന് വിളിക്കും? ജേണൽ പ്രോപ്പർ. ഉദാഹരണം എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സ്, ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ്സ്, ഇതൊന്നും എവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല? സബ്സിഡിയറി ബുക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണലിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സ്, ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ്സ്, ഇതൊന്നും സബ്സിഡിയറി ബുക്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്പെഷ്യൽ ജേണലിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്താണ്? സച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ സെപ്പറേറ്റ് ബുക്ക് കാൾഡ് ജേണൽ പ്രോപ്പർ. എന്ന് പറഞ്ഞാൽ ഈ സബ്സിഡിയറി ബുക്കിലൊന്നും വരാത്ത കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ജേണൽ പ്രോപ്പർ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് എന്താണ്? ക്യാഷ് ബുക്കിന് എന്താണ്? ഒരു സ്പെഷ്യൽ ജേണലാണ് അല്ലെങ്കിൽ ഒരു സബ്സിഡിയറി ബുക്കാണ്. റെസിപ്റ്റ് സൈഡ്, പേയ്മെൻറ്റ് സൈഡ്. പിന്നെന്താണ്? ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ജേണലുമാണ് ലെഡ്ജറുമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് എ ജേണൽ ആൻഡ് ലെഡ്ജർ. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത എന്താണ്? ദർ ഈസ് 2 columns, ക്യാഷ് ആൻഡ് ബാങ്ക്. If the debit and credit aspects of transaction recorded in both sides of an account, that is known as the contra entry.
ദാറ്റ് ഈസ് നോൺ ആസ് ദ കോൺട്രാ എൻട്രി, ദാറ്റ് മീൻസ് ദ ക്യാഷ് ആൻഡ് ബാങ്ക് കോളം. അടുത്ത പെറ്റി ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? പെറ്റി ക്യാഷ്യറാണ്. ഹീ ഈസ് ദ കൺട്രോൾ, പെറ്റി ക്യാഷ്യർ ഈസ് കൺട്രോൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ മെയിൻ ക്യാഷ്യർ ഓർ ചീഫ് സൂപ്പർവൈസർ. പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു നിശ്ചിത അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് ഒരു ഫിക്സഡ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ ഫിക്സഡ് എമൗണ്ടിനെ ക്യാഷ് ഫ്ലോട്ട് എന്ന് വിളിക്കും. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ്. ബിഗിനിങ് ഓഫ് പീരീഡിൽ നമ്മൾ കൊടുക്കുന്ന ആ ഫിക്സഡ് എമൗണ്ടിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്യാഷ് ഫ്ലോട്ട് എന്നൊക്കെ വിളിക്കാം. പിന്നെന്താണ്? ഫിക്സഡ് എമൗണ്ട് ബിഗിനിങ് ഓഫ് ഇംപ്രസ്ഡ് സിസ്റ്റം ക്യാഷ് ഫ്ലോട്ട് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇംപ്രസ്ഡ് എന്ന് വിളിക്കാം. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. പെറ്റി ക്യാഷ് ബുക്ക് അണ്ടർ ദ ക്യാഷ്യർ അണ്ടർ ദ കൺട്രോൾ ഓഫ് മെയിൻ ക്യാഷ്യർ. അടുത്ത പർച്ചേസ് ഡേ ബുക്ക് ഓർ പർച്ചേസ് ജേണലിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്. ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലാണ്. അടുത്ത സെയിൽസ് ഡേ ബുക്ക് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. ഇതിൻ്റെയും സോഴ്സ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് ആണ്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അടുത്ത പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിൻ്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഇൻവേഡ് ബുക്ക്. റിട്ടേൺ ഔട്ട്വേഡ് ബുക്ക്. പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിൻ്റെ മറ്റൊരു പേരാണ് എന്താണ്? റിട്ടേൺ ഔട്ട്വേഡ് ബുക്ക്. ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റ് ഡെബിറ്റ് നോട്ടാണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. ഡെബിറ്റ് നോട്ടാണ്. ഇത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പർച്ചേസർ ഓഫ് ഗുഡ്സ് ടു ദ സപ്ലയർ. സപ്ലയർക്ക് അയക്കുന്ന ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. സപ്ലയർക്ക് അയക്കുന്ന ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക് അല്ലെ റിട്ടേൺ ഔട്ട്വേഡ് ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് നോട്ടാണ്. അടുത്ത സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേഡ്, വിറ്റ സാധനം തിരിച്ചു വന്നു. റിട്ടേൺ ഇൻവേഡ് ബുക്ക്, അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ക്രെഡിറ്റ് നോട്ടാണ്. ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ സപ്ലയർ ടു ദ പർച്ചേസർ. മറ്റേ ഡെബിറ്റ് നോട്ട് പർച്ചേസർ ആർക്കാ? സപ്ലയർക്ക്. ക്രെഡിറ്റ് നോട്ടോ സപ്ലയർ പർച്ചേസർക്ക്. ഇതൊക്കെ നോട്ട് ഞാൻ നേരത്തെ അയച്ചു തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പാണ്. അടുത്ത എന്താണ്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്ന് സ്ഥിരം ചോദിക്കുന്നതാണ്. കസ്റ്റമറാണ്. ഫേവറബിൾ ബാലൻസ് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ്. അൺഫേവറബിൾ ബാലൻസ് ഏതാണ്? ഫേവറബിൾ ബാലൻസിനെയാണ് ഡിപ്പോസിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അൺഫേവറബിൾ ബാലൻസ് നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ്. പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസ്. ഇതിനെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. ബാങ്ക് റീകൺസിലേഷനുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർഡ് ബൈ കസ്റ്റമറാണ്. അടുത്ത ബാങ്കുകാർ നമുക്ക് നൽകുന്ന അവരുടെ ട്രൂ കോപ്പിയാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വാങ്ങി വെച്ചതായ അസറ്റിൻ്റെ വാല്യൂവിൽ കുറവുണ്ടാകുന്നു, അതിനെ എന്തെന്ന് വിളിക്കാം? ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കാം. ഫിക്സഡ് അസറ്റിലുണ്ടാകുന്ന കുറവിനെ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കാം. അടുത്ത ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് അസറ്റിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഇതാണ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത് കറണ്ട് അസറ്റുമായി ബന്ധപ്പെട്ടാണ്. കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യാം. ഇതിനെയാണ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. അടുത്ത ചില അസറ്റ്സ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് അല്ലെങ്കിൽ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം മൈൻസ്, ക്വാറീസ്, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നതിനെയാണ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്ക്രാപ്പ് വാല്യൂ ഓർ ബ്രേക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ യൂസിന് ശേഷം ഉണ്ടാകുന്ന ആക്രി വാല്യൂവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അസറ്റിൻ്റെ യൂസിന് ശേഷം ഉണ്ടാകുന്ന വാല്യൂവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബ്രേക്കപ്പ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് വിളിക്കുന്നത്.
ഇനി പെർസെൻറ്റേജ് തന്നിട്ടുള്ളെങ്കിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ ലൈഫാണ്. പെർസെൻറ്റേജ് തന്നിട്ടില്ലെങ്കിൽ പ്രധാനപ്പെട്ട മെത്തേഡ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുന്ന എപ്പോഴും ഒറിജിനൽ കോസ്റ്റിനാണ്. അതിനെയാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൻ്റെ പ്രത്യേകത ഡിപ്രീസിയേഷൻ കാണുന്നത് റെഡ്യൂസ്ഡ് ബാലൻസിനാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. ഡിപ്രീസിയേഷൻ എന്താണ്, അസറ്റിൻ്റെ വാല്യൂ അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാം. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്ന ഡിപ്രീസിയേഷൻ, കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്താണ്, ഫ്ലക്ച്വേഷൻ. ഡിപ്ലീഷൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് കുറയുന്നതിനെ ഡിപ്ലീഷൻ എന്ന് വിളിക്കാം. അതെന്താണ്, മൈൻ കോറീസ്, ഇതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾ. അടുത്ത എല്ലാ ബിസിനസ് കൺസേണും വർഷത്തിൻ്റെ അവസാനം എന്ത് പ്രിപ്പയർ ചെയ്യും, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഒരു അക്കൗണ്ട് ആണെങ്കിലും പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്താണ്, വാട്ട് ആർ ദ ഐറ്റംസ് ഡെബിറ്റഡ് അണ്ടർ ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ലെസ് റിട്ടേൺ, all direct expense, that means the gas, water, power, fuel, royalty, purchase less retain, ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്പെൻസ്, മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്പെൻസ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്പെൻസ്, ഇതെല്ലാം ഡെബിറ്റ് ചെയ്യും. അടുത്ത ക്രെഡിറ്റ് സൈഡിൽ എന്താണ്, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്, സെയിൽസ് ലെസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ആൻഡ് ദെൻ ബൈ പ്രിപ്പയറിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് നേരെ ബാലൻസ് ഷീറ്റിൽ പോയി ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യും. നെറ്റ് ലോസ് ആണ് ലെസ് ചെയ്യും. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. സിമിലർ നേച്ചർ ഓഫ് ഐറ്റംസ് ഒരുമിച്ച് എഴുതുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. സൺഡ്രി ഡെപ്റ്റേഴ്സ് ആൻഡ് സൺഡ്രി ക്രെഡിറ്റേഴ്സ്. അസറ്റ് ലയബിലിറ്റിയും എഴുതുന്ന ഓർഡർ ഓഫ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ പെർമനൻറ്റ് ഓർഡറിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഞാൻ പറഞ്ഞു. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ബന്ധപ്പെട്ട എക്സ്പെൻസിനോട് ആഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ എന്തായിട്ട് എഴുതണം, ലയബിലിറ്റി ആയിട്ട് എഴുതണം. എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ബന്ധപ്പെട്ട എക്സ്പെൻസിൽ നിന്ന് ലെസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് എഴുതണം. ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് അക്രൂഡ് ഇൻകം ബന്ധപ്പെട്ട റിലേറ്റഡ് ഇൻകത്തിലൂടെ ആഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് എഴുതണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് റിലേറ്റഡ് ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് എഴുതണം. ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ റിലേറ്റഡ് അസറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. എന്നാൽ ഈ ഐറ്റംസ് എല്ലാം ട്രയൽ ബാലൻസിന് പുറത്ത് തരുമ്പോഴുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇങ്ങനെയുള്ള ഐറ്റംസ് വല്ലതും ട്രയൽ ബാലൻസിൽ തന്നാൽ ഒരിടത്തേ വരൂ. അത് നേരെ എവിടെ പോയാൽ മതി, അതായത് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്പെൻസ് പ്രീപെയ്ഡ്, അക്രൂഡ് ഇൻകം, ഇങ്ങനെയുള്ള ഐറ്റംസ് ട്രയൽ ബാലൻസ് തന്നു കഴിഞ്ഞാൽ നേരെ അങ്ങ് ബാലൻസ് ഷീറ്റിൽ പോയാൽ മതി. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒക്കെ ട്രയൽ ബാലൻസിൽ തന്നാൽ നേരെ ബാലൻസ് ഷീറ്റിൽ പോയാൽ മതി. ഈ ട്രയൽ ബാലൻസിന് പുറത്ത് തരുന്നതിനാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇഫക്റ്റ് രണ്ടിടത്ത് വരും. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും വരും, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും വരും. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും വരും, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും വരും. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഇക്വേഷൻ. എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എ പ്ലസ് പർച്ചേസ് എ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെയൊക്കെ ജലണ്ടി എഴുതാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞു. എക്സ്പെൻസിന് ഡെബിറ്റാണ്, ഡെബിറ്റുള്ള വീണ്ടും കൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് ആകുമ്പോൾ എക്സ്പെൻസ് കുറയുകയാണ്, എക്സ്പെൻസിന് ഡെബിറ്റാണ്, ഡെബിറ്റുള്ളത് കുറേ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതലുണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു എക്സ്പെൻസ്. സാലറി ആണെങ്കിൽ സാലറി പ്രീപെയ്ഡ് അക്കൗണ്ട് അറ്റ് ടു സാലറി. ഇനി ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, ഇൻകത്തിന് ക്രെഡിറ്റാണ്, ക്രെഡിറ്റ് ഉള്ളത് വീണ്ടും കൂടെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റ് ടു ഇൻകം. ഇനി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ ലെസ് ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി, ഇതിനെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത്. ഇൻകത്തിന് ക്രെഡിറ്റാണ്, ക്രെഡിറ്റ് ഉള്ളത് കുറേ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻകം അക്കൗണ്ട് അറ്റ് ടു എന്താണ്, ഇൻകം അക്കൗണ്ട് അറ്റ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതൊക്കെ അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ് പറഞ്ഞത്. ഡിപ്രീസിയേഷൻ്റെ എൻട്രി എന്ന് പറയുന്നത് അസറ്റ് കുറയുകയാണ്, അസറ്റിൻ്റെ ഡെബിറ്റാണ്, ഡെബിറ്റ് ഉള്ളത് കുറയണേ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ചെല്ലാണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് അക്കൗണ്ട്, അസറ്റ്സ് അക്കൗണ്ട്. പിന്നെ മറ്റ് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്, നമ്മളെല്ലാം കൂടെ പറയാൻ പരിമിതമാണ്.
അടുത്ത എന്താണ്? ഡബിൾ എൻട്രി ഫോളോ ചെയ്യാത്തതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ഡബിൾ എൻട്രി ഫോളോ ചെയ്യാത്ത കേസിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? സിംഗിൾ എൻട്രി എന്ന് വിളിക്കാം. പിന്നെന്താണ്? ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇതൊക്കെ പരീക്ഷ ചോദിക്കാം. ക്രെഡിറ്റ് സെയിൽസ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ വേ ഓഫ് പ്രിപ്പയറിംഗ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്സ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ വേ ഓഫ് പ്രിപ്പയറിംഗ് ടോട്ടൽ എന്താണ്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്സ്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്സ്. റേഷ്യോയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പറയുന്നു. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നത് കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ്? സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെയാണ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിനെ കറണ്ട് ലൈബിലിറ്റി കൊണ്ട് ഭാഗിക്കുമ്പം കറണ്ട് റേഷ്യോ കിട്ടും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തേക്കുന്നതാണെങ്കിൽ 2:1 ആണ്. അപ്പം 2 എന്ന് പറയുന്നത് കറണ്ട് അസറ്റിനെ സൂചിപ്പിക്കുന്നു, 1 എന്നുള്ളത് കറണ്ട് ലൈബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. അടുത്ത ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കുന്നത് ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. ക്വിക്ക് അസറ്റ് എന്ന് പറയുമ്പം ശ്രദ്ധിക്കണേ, ക്വിക്ക് അസറ്റ് എന്ന് പറയുമ്പം ഈ കറണ്ട് അസറ്റിൽ നിന്നും ഏതൊക്കെ ഒഴിവാക്കിയാൽ മതി? സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ക്വിക്ക് അസറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ഒഴിവാക്കിയാൽ മതി? സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴിവാക്കുക. പിന്നെ കറണ്ട് ലൈബിലിറ്റിയിൽ നിന്നും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അവിടെ ഈ ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാക്കണമെന്ന് പ്രത്യേക നിയമമില്ല, ഒഴിവാക്കാതെയും ചെയ്യാം. അപ്പോൾ 0.94:1 അല്ല സോറി 1.60:1. 1.60 shows the liquid assets and the 1 denote the current liabilities. An absolute liquid ratio cash and bank balance divided by current liabilities. അപ്പോൾ അവിടെ ക്യാഷും ബാങ്കും മാത്രമേ എടുക്കത്തുള്ളൂ, ബാക്കിയുള്ള അസറ്റ് എടുക്കത്തില്ല. 0.94 എന്താണ് 1. 0.94 ഡിനോട്ട്സ് എന്താണ്? കറണ്ട് അസറ്റ്സ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആൻഡ് 1 ഡിനോട്ട് ദ കറണ്ട് ലൈബിലിറ്റീസ്. അടുത്ത കറണ്ട് റേഷ്യോ 2.8. ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ് നമ്മൾ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ആസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നെയാണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. 1.5. വർക്കിംഗ് ക്യാപിറ്റൽ 1,62,000. ഇത് വെച്ച് കറണ്ട് അസറ്റ്സ്, കറണ്ട് ലൈബിലിറ്റി, ലിക്വിഡ് അസറ്റ്സ്, സ്റ്റോക്ക് ഇവയൊക്കെ കാണാനാണ് പറയുന്നത്. ഇതിനൊക്കെ വിശദമായ ക്ലാസ്സുകൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി കുറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. പ്രധാനമായും നിങ്ങൾ പഠിക്കേണ്ടത് കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലൈബിലിറ്റി കുറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ക്വസ്റ്റൻ അത് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, എത്ര? വർക്കിംഗ് ക്യാപിറ്റൽ 1,62,000. വർക്കിംഗ് ക്യാപിറ്റൽ 1,62,000. കറണ്ട് അസറ്റ് എത്ര? കറണ്ട് റേഷ്യോ എത്ര? 2.8 അല്ലയോ? അപ്പോൾ 2.8:1. അതായത് 1നെ നമ്മൾ കയ്യിൽ നിന്ന് കിട്ടാൽ മതി, അതിനെ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് കണക്കാക്കാം. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് അവിടെ 2.8 കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2.8:1 എന്നാണ്. അപ്പോൾ 2.8 എന്ന് പറയുന്നത് കറണ്ട് അസറ്റിനെ സൂചിപ്പിക്കുന്നു, 1 എന്നുള്ളത് കറണ്ട് ലൈബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റിയാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര അവിടെ? 1,62,000. അപ്പോൾ 1,62,000 = 2.8 - 1, അപ്പോൾ 1.8. അപ്പോൾ 1,62,000 എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു? 1.8നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 1,62,000 ഡിവൈഡ് ബൈ 1.8 × 2.8 അടിക്കുമ്പോൾ എന്തോ കിട്ടും? കറണ്ട് അസറ്റ് കിട്ടും. അടുത്ത 1,62,000 ഡിവൈഡ് ബൈ 1,62,000 എന്ന് പറയുന്നത് 1.8ന് തുല്യമാണ്. 1,62,000 ഡിവൈഡ് ബൈ 1.8 × 1 അടിക്കുമ്പോൾ കറണ്ട് ലൈബിലിറ്റി കിട്ടും. മനസ്സിലായല്ലോ? അടുത്ത ലിക്വിഡ് അസറ്റ്സ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ്? 1.5 എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ലിക്വിഡ് അസറ്റിനെ സൂചിപ്പിക്കുന്നു. 1 എന്നുള്ളത് കറണ്ട് ലൈബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പം ലിക്വിഡ് അസറ്റ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ = ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലൈബിലിറ്റി. കറണ്ട് ലൈബിലിറ്റി നമ്മളിപ്പം കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? മാത്തമാറ്റിക്കലായിട്ട് ലിക്വിഡ് അസറ്റ് കാണാം. ലിക്വിഡ് അസറ്റ് 90,000 × 1.5 1,35,000 കിട്ടും. ഇനി സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞു. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്ക് കുറയ്ക്കുന്നതാണ് ലിക്വിഡ് അസറ്റ്. അപ്പം ലിക്വിഡ് അസറ്റ് നമുക്ക് കിട്ടിയല്ലോ 1,35,000.
അപ്പം കറണ്ട് അസറ്റ് നമുക്കറിയാം. അപ്പം ഇത് വെച്ച് നമുക്ക് എന്തോ കണ്ടുപിടിക്കാം, സ്റ്റോക്ക് കണ്ടുപിടിക്കാം. അതായത് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറയ്ക്കുന്നത്. ഈ ക്വസ്റ്റിനകത്ത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ലെന്ന് അസ്യൂം ചെയ്യാം. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ലെന്ന് അസ്യൂം ചെയ്യാം. കറണ്ട് അസറ്റും സ്റ്റോക്കും കുറയ്ക്കുന്നതാണ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറണ്ട് അസറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നത്, ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കുന്നത്, അബ്സല്യൂട്ട് ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കുന്ന ചോദ്യമാണ് പഠിച്ചത്. അടുത്ത ഫണ്ട് ഫ്ലോയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഫണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും അടുത്ത സോഴ്സസ് ഓഫ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടുമാണ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഇൻക്രീസും ഡിക്രീസും ആണ് എഴുതുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ്സ് 1,00,000 എത്രയാണ് കറണ്ട് അസറ്റ്സ് അതിനകത്ത് ഏതൊക്കെ ഉണ്ട്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ചെയ്യും. അപ്പോൾ 1,21,000 1,30,000 കറണ്ട് അസറ്റ് കൂടിയതാണ്, അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് കുറഞ്ഞതാണ്, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തു. ക്യാഷ് കറണ്ട് അസറ്റ് കൂടിയതാണ്, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. ഇനി ടോട്ടൽ എടുക്കുക. ടോട്ടൽ ഇതിൻ്റെ മാത്രം എടുക്കുക. 2002-2003 കറണ്ട് അസറ്റ്സിൻ്റെ മാത്രം എടുക്കുക. അടുത്ത കറണ്ട് ലയബിലിറ്റി, ക്രെഡിറ്റേഴ്സ്. കറണ്ട് ലയബിലിറ്റി ഓപ്പോസിറ്റാണ്, നമ്മൾ ഓപ്പോസിറ്റാണ് ചിന്തിക്കുന്നത്. കറണ്ട് ലയബിലിറ്റി മറ്റേ സെയിം ഡയറക്ഷൻ ആയിരുന്നു. കറണ്ട് അസറ്റ് കുറയുമ്പം വർക്കിംഗ് ക്യാപിറ്റലും കുറയും, കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും കൂടും. ഇവിടെ തിരിച്ചാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കറണ്ട് ലയബിലിറ്റി കുറയുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുന്നത്. കറണ്ട് ലയബിലിറ്റി കുറയുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. കറണ്ട് ലയബിലിറ്റി കൂടുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ കേസിൽ സെയിം ഡയറക്ഷനാണ്. ശ്രദ്ധിക്കണേ, കറണ്ട് അസറ്റിൻ്റെ കേസിൽ സെയിം ഡയറക്ഷൻ. ഇത് വളരെ വിശദമായി പഠിപ്പിക്കേണ്ട പോർഷനാണ്. എന്നാൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ മാത്രമേ എനിക്കിപ്പോൾ തൽക്കാലം പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, കറണ്ട് അസറ്റ് കൂടുമ്പം ഇൻക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. കറണ്ട് അസറ്റ് കുറയുമ്പം വർക്കിംഗ് ക്യാപിറ്റലും കുറയും. എന്നാൽ കറണ്ട് ലയബിലിറ്റിയുടെ കേസ് അങ്ങനെയല്ല. പെട്ടെന്ന് കൊടുക്കേണ്ട ലയബിലിറ്റി ആണല്ലോ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിയുടെ കേസ് അതല്ല. എന്താണ്, ഓപ്പോസിറ്റ് രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. എന്നാൽ കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഇനി കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുക. അപ്പോൾ 4,45,000 നിന്ന് 3,39,000 കുറയ്ക്കുക. 1,06,000 കുറയ്ക്കുക. അപ്പോൾ 3,39,000. 5,76,000 നിന്ന് 70,000 കുറയ്ക്കുക. 5,06,000. മറ്റേ ഇന്ത്യൻ ടോട്ടൽ എടുക്കുക. 1,78,000 ആണ് കൂടിയ എമൗണ്ട്. അതായത് അവിടെ ഇൻക്രീസ് ഡിക്രീസിനകത്ത് കൂടിയ 1,78,000 11,000. ഇനി താഴോട്ട് എഴുതാൻ ശ്രദ്ധിക്കണേ, രണ്ടിടത്തെയും കൂടിയ എമൗണ്ട് 2 സ്ഥലം എഴുതുക. നമ്മൾ സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന മാതിരി 5,06,000 ആണോ വലുത്, 3,39,000 ആണോ വലുത്? 5,06,000 ആണ് വലുത്. അപ്പോൾ 5,06,000 2 സ്ഥലം എഴുതുക. മേളിലൊരു വര, താഴെ 2 വര. എവിടെ കുറവുള്ളത്? 2002 കുറവുള്ളത്. ആ കുറവുള്ളിടത്ത് കുറച്ച് എഴുതുക. 1,67,000. 1,60,000, അതായത് 5,06,000 നിന്നും 3,39,000 കുറയ്ക്കുക. അടുത്ത 1,78,000 ആണോ 11,000 ആണോ വലിയ എമൗണ്ട്? 1,78,000 ആണ് വലിയ എമൗണ്ട്. 1,78,000 ആണ് വലിയ എമൗണ്ട്. അപ്പോൾ 1,78,000 2 സെല്ല് എഴുതുക. എവിടെ കുറവുള്ളത്? ഡിക്രീസിൻ്റെ അവിടെ ഇല്ല. അപ്പോൾ 1,78,000 നിന്നും 11,000 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 1,67,000 കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇൻക്രീസ് ആയിരുന്നോ കൂടുതൽ, ഡിക്രീസ് ആയിരുന്നോ കൂടുതൽ? ഇവിടെ ഇൻക്രീസ് ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ 1,67,000 എന്നുള്ള ആൻസറിന് നേരെ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതണം. എന്നാൽ ഡിക്രീസ് ആയിരുന്നു കൂടുതലെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതിയാണ്. ഇനി ഫണ്ട് ഫ്ലോ എഴുതണം. ഫണ്ട് ഫ്ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് സോഴ്സസ് ആപ്ലിക്കേഷൻ. സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഉറവിടം, ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലവഴിക്കുന്ന തുക. അപ്പോൾ ഇനി നമ്മുടെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുക. ഷെയർ ക്യാപിറ്റൽ 4,00,000 എന്നുള്ള 5,75,000 ആയി. അപ്പം ഇഷ്യൂ ഓഫ് ഷെയർ സോഴ്സാണ്, ഉറവിടമാണ്. പുതുതായിട്ട് പണം എമൗണ്ട് വന്നതാണ്, ഫണ്ട് വന്നതാണ്. അടുത്ത ആസറ്റ് സൈഡിലേക്ക് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 75,000 എന്നുള്ളത് 1,00,000 ആയി എന്ന് പറഞ്ഞാൽ പുതിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങി. അപ്പോൾ പുതിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങുന്നത് എന്താണ്? ആപ്ലിക്കേഷനാണ്. ഇനി നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആപ്ലിക്കേഷനാണ് എപ്പോഴും. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ
നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആപ്ലിക്കേഷനാണ്. ഇനി നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ എന്താണ്? സോഴ്സാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിൽ നിന്നും, അതായത് ഈ കൊല്ലത്തെ പ്രോഫിറ്റിൽ നിന്നും കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് കുറയ്ക്കണം. അപ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടും. കറണ്ട് ഇയർ പ്രോഫിറ്റ് എത്രയാണ്? 17,000. ഫണ്ട് ഫ്ലോയുമായി ബന്ധപ്പെട്ട വളരെ വിശാലമായ ചില കണക്കുകളുണ്ട്. അത് നമുക്ക് ഇങ്ങനെ പരിമിതമായി പറയാൻ പറ്റത്തില്ല. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിൽ നിന്നും എന്ത് ചെയ്യുക? അതായത് ക്ലോസിംഗ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പണിംഗ് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടും. അപ്പം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. അപ്പം എന്തുവാണ്? എന്ത് ടാലിയായി? സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ടാലിയായി. ഇപ്പോൾ ഫണ്ട് ഫ്ലോയിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും. സോഴ്സസ് എമൗണ്ട്, ആപ്ലിക്കേഷൻ എമൗണ്ട്. അടുത്ത് എന്താണ്? ഫിക്സഡ് കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫിക്സഡ് കോസ്റ്റ് വോളിയൂം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്ത കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ എപ്പോഴും സെയിം ആയിരിക്കും. പെർ യൂണിറ്റ് വേരി ചെയ്യും. മനസ്സിലായല്ലോ? പെർ യൂണിറ്റ് വേരി ചെയ്യും. എന്നാൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വോളിയൂം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വോളിയൂം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിനെ എന്തെന്ന് വിളിക്കും? വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കും. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. ഒരിക്കൽ കൂടി, ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ സെയിം ആയിരിക്കും, പെർ യൂണിറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് വോളിയൂം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത സെമി വേരിയബിൾ കോസ്റ്റ് പാർട്ടിലി ഫിക്സഡ് ആൻഡ് പാർട്ടിലി വേരിയബിളിനെയാണ് നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില പാർട്ടുകൾ ചോദിച്ചാൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. നമ്മൾ തൽക്കാലത്തേക്ക് ഈ ക്ലാസ് ക്ലോസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും സംതൃപ്തനല്ല ഞാൻ. പ്രത്യേകിച്ചും ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വളരെ വിശദമായി എടുക്കേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് വളരെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കണക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അതൊന്നും വിശദമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആത്മാർത്ഥമായി ടെസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുക. 35 മാർക്കാണെന്ന് തോന്നുന്നു ജയിക്കാൻ വേണ്ടുന്നത്. ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ചോദ്യങ്ങളെല്ലാം ആവർത്തിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മീനിങ് അറിയാമെങ്കിൽ അത് വെച്ച് നമുക്ക് എഴുതാം. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക. നമ്പറൊക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. 97